ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് ആദ്യം നോക്കിയപ്പോൾ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പതുക്കെ എഴുന്നേറ്റ് പിന്നെ കായ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ടിട്ട്. അതുപോലെ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പയറ് വെള്ളത്തിലിട്ട് കായയുടെ കൂടെ വെച്ചാൽ ഒരുമിച്ചിട്ട് അടിക്കാം. ഏകദേശം പച്ചപ്പയറിൻ്റെ ഒരു ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കായും പയറും നല്ല അടിപൊളിയല്ല അല്ലെങ്കിലും പിന്നെ കായത്തോലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് അല്ലേ. പണ്ടൊക്കെ നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ കല്യാണ തലേ ദിവസമൊക്കെ കായും പയറും തരും, അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും തരാണ്ടായില്ലേ, ചിക്കനും അങ്ങനത്തെയൊക്കെ ആയില്ലേ, മാറി ആകെ. അപ്പോൾ അതാ പയറും ഇതും കൂടി കഴുകി എടുത്തിട്ടുണ്ട്. പയർ കഴുകി ആദ്യം ഒന്നരിക്കണ പോലെ ഒന്ന് ആക്കിയെടുത്തോ, ഇല്ലെങ്കിൽ വല്ല കല്ലുണ്ടെങ്കിലൊന്ന് വിചാരിച്ചിട്ട് പിന്നെ കായും കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. കായയിലൊരു കറയൊക്കെ ഇളകിയിട്ടുണ്ടാവും, നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടല്ലേ ഫ്രിഡ്ജിൽ ഇട്ടതെന്നൊക്കെ അല്ലേ പറയണം, ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകിയെടുത്ത് നമ്മുടെ കുഞ്ഞു കുക്കറിലേക്ക് ഇട്ട് അടിക്കാനാണ്. കായും പയറും മെഴുക്ക് പറ്റിയും അതുപോലെ മീൻ കറിയാണ് കേട്ടോ ഇന്നുണ്ടാക്കണത്. മീൻ കറി ഇന്നലെ മീൻ വാങ്ങിച്ചപ്പം 2 ചാള അയിലയും കൂടി ഉണ്ട്. അത് ചേച്ചി കൊണ്ടൊക്കെ വെറുതെ അതൊന്നുമല്ല കേട്ടാക്കാം, പൈസയ്ക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ അതും കൂടി വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ വെച്ചോളാം പറഞ്ഞു. അപ്പോൾ ചാളയുടെ കൂടെ അയില കറി വയ്ക്കും വിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അത് കാരണം ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഒരു ചാറ് വയ്ക്കാൻ വെച്ചിട്ട് അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചാള വറക്കലും വെക്കലൊക്കെ ചെയ്തായിരുന്നു ഇന്നലെ കേട്ടോ. ഇന്നപ്പോൾ അയില 2 വെച്ച് ചെറിയൊരു കറിയാക്കി. പിന്നെ കായും പയറും കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ കഷ്ണം 2 മീനുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അത് വലിയ മീനാണ്, തലയൊന്നും കളയാൻ നിന്നില്ല, 2 ഉള്ളൂ. അപ്പോൾ തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ വെക്കണത്. കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് കാരണം കൊണ്ട് കുറേ കേട്ടാവും അല്ലേ, കുക്കറിൻ്റെ വിസിലടിച്ചപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ തേങ്ങ അരച്ച മീൻ കറി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് ഇനിയും വീണ്ടും അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ടിട്ട് കുറേ തരം മീൻ കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. റെസിപ്പികൾ എല്ലാതും ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഈ വ്ളോഗ് മിനി വ്ളോഗായിട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് അത് പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതേ മീൻ കറിയൊക്കെ റെഡിയായി. അതിലേക്ക് ചുവന്നുള്ളിയില്ലേ, ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് നല്ല കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കറിവേപ്പിലും കൊണ്ടിട്ട് ഫ്രൈ ആക്കി ഇടാം കേട്ടോ. വേണമെങ്കിൽ 2 ഉലുവയും കൂടി ഇടാം നമുക്ക്. അങ്ങനെ മീൻ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ കായും പയറും മെഴുക്ക് പറ്റി അതിലേക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ ചതച്ച മുളക് പൊടിയും കൂടി ചേർത്തങ്ങാട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ ഈ കായും പയറും വേവിച്ചതും ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത്തിരീശ് വെള്ളം ഉണ്ടായിക്കോട്ടെ, അത് തന്നെയാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് വെച്ചിട്ട് ഓവർ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റി കളയണം കേട്ടോ. അപ്പോൾ അങ്ങനെ പയർ ഉപ്പേരിയും ചാറുകറിയും ഒക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ തലേദിവസത്തെ ഇത്തിരി എഗ്ഗ് കുറുമ ബാക്കിയുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ചു. കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മുടെ പഞ്ഞിയപ്പം ഉണ്ടല്ലോ, അതും 2 ബാക്കിയിട്ടായിരുന്നു. അത് ഞാൻ ഇഡ്ഡലി പാത്രം ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. വെറുതെ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് ചൂടാക്കി പിന്നെ മുകളിൽ അരിപ്പ വെച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ അങ്ങനെ വയ്ക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തത്. പിന്നെ ചേട്ടൻ അവിടേക്ക് പോകേണ്ട നേരെ ഈ തിക്കുന്നരക്കൊക്കെ ആയി. അപ്പോൾ പിന്നെ വേഗം ചോറ് പാർത്തി കൊടുക്കുകയാണ്. ചോറും അതേപോലെ നമ്മുടെ മീൻ കറിയും പിന്നെ പയറും കായും പിന്നെ ഒരു അച്ചാറും. അതാണ് ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. അത്ര വലിയ പ്രത്യേകതകളൊന്നുമില്ല, എല്ലാവരോടും ഇതൊക്കെ തന്നെയല്ലായിരിക്കും. ഒരു ചാറ്, ഒരു ഉപ്പേരി, അച്ചാർ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ ചിലപ്പോൾ മാത്രം ഒരു കറിയൊക്കെ ഒതുക്കണവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വൈകുന്നേരം നല്ല അടിപൊളിയാക്കി ഉണ്ടാവും കേട്ടോ. അങ്ങനെ മീൻ കറി കൂടി ആക്കി. അപ്പോൾ മീൻ കറി ആ ചുവന്ന മുളക് കൂടി ഇട്ടപ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയായത്. അതുവരെ ഒരു മഞ്ഞ കളറായിരുന്നു, അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടന് മേശപ്പുറത്ത് കൊണ്ടുവച്ച് കൊടുത്തു. ചേട്ടൻ അതെടുത്ത് കണ്ടിട്ട് പോയി. പിന്നെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു, കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് തേച്ച് കഴുകി വെക്കുകയാണ്. അപ്പോൾ പിന്നെ ക്ലീനിങ്ങിനെ പറ്റി പറയണ്ടേ നമുക്ക്. ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ നേരത്ത് തന്നെ ചെയ്യാം കേട്ടോ. അത് വിചാരിച്ചിട്ട് നമുക്ക് തീരെ വയ്യാത്ത സമയത്ത് ക്ലീനിങ് ചെയ്താൽ ഒട്ടും ശരിയാവില്ല. ഇനിയിപ്പോൾ ഒറ്റയടിക്ക് കുറേ സ്ഥലം ഒരുമിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ക്ലീൻ ചെയ്യേണ്ട നാളെ ക്ലീൻ ചെയ്യാം എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല കേട്ടോ. എന്നുവെച്ചാൽ നാളെയും ചെയ്യില്ല, അപ്പോഴും തോന്നും ഇത്രയും പറ്റില്ലേ നാളെ ചെയ്യാം, അങ്ങനെ അത് നീണ്ടു പോവുള്ളൂ, ആകെ വൃത്തികേടാവും നമ്മുടെ വീടൊക്കെ. അപ്പോൾ അതിൽ മുന്നേ ഞാൻ വന്നും കണ്ടിട്ട് എനിക്കിങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരണ മാതിരി ചില ദിവസം ഉണ്ടാവും ബസ്സിൽ വരുമ്പോൾ. അപ്പം ഞാൻ വന്നിട്ട് കുറച്ച് നേരം കിടക്കുകയായിരുന്നു കേട്ടോ. ചോറ് തിളപ്പിക്കാൻ വെച്ച് അത് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രങ്ങൾ ഒക്കെ അവിടെ ഇട്ടിട്ട് പോയായിരുന്നു. അപ്പോൾ ശ്രീകുട്ടൻ ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ശ്രീകുട്ടൻ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചു കേട്ടോ. പിന്നെ ചോറും ഇതൊന്നും അതിൻ്റെ സ്ഥാനത്തേക്കൊന്നും വെച്ചിട്ടില്ല. അപ്പം ഞാൻ പിന്നെ താഴത്തേക്ക് എടുത്ത് വെച്ചോളാം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചോറ് വയ്ക്കണ്ടേ. അപ്പം ഞാൻ തെർമൽ കുക്കറിലൊന്നും കൊണ്ടുവയ്ക്കാനായിട്ട് നിന്നില്ല, ഇതിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ മീൻ കറി ഒന്ന് ചൂടാക്കി ഇങ്ങോട്ട് ഞാനും ഇത്തിരി ചോറ് എടുത്തുകൊണ്ട്
ചോറുണ്ടിട്ട് വീണ്ടും റെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ചോറൊക്കെ എടുത്തത്. പക്ഷേ എനിക്ക് തോന്നി ഞാൻ രാവിലെ ഇന്നലെ വിചാരിച്ചതായിരുന്നു കേട്ടോ ക്ലീനിങ്. അപ്പോൾ ക്ലീനിങ് ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് എല്ലായിടത്തും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേരം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വോമിറ്റ് ചെയ്യാൻ വരണ മാതിരി തോന്നി ബസ്സിൽ നിന്നപ്പം. അത് കാരണം പിന്നെ അങ്ങോട്ട് ഒരു ഉഷാർ അങ്ങോട്ട് വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ബെഡ്റൂം മാത്രമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീൻ ആക്കാനായിട്ട് വന്നു കേട്ടോ. മീൻകറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വൈകുന്നേരം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ലീനിങ്ങും നമ്മുടെ കറിയുടെ വിശേഷം ഒക്കെ ഇടയ്ക്കും തലയ്ക്കൊക്കെ പറയാമല്ലേ ഞാൻ. അപ്പം ഞാൻ ആ മീൻകറി എടുക്കണ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പം അങ്ങനെ എനിക്കിങ്ങനെ ചാറ് മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞു പാത്രത്തിലെടുക്കുന്നത്. കൂട്ടുകാരുടെ ഹായൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ചോറ് കൊണ്ടും. അപ്പോൾ ക്ലീനിങ്ങിന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ എല്ലായിടത്തും ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് നടന്നില്ല. അപ്പോൾ ആദ്യം തന്നെ മേശപ്പുറത്ത് നിറയെ സാധനങ്ങളുണ്ടായിരുന്നു, അതൊന്ന് ഒതുക്കി വെച്ച് കണ്ടിട്ട് അവിടെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. മേശപ്പുറം എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, നിറഞ്ഞു പോവും. ഞാൻ പിന്നെ വീണ്ടും ക്ലീനാക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ ചൂലെടുത്തുകൊണ്ട് വന്ന് എല്ലായിടത്തും ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ച് നമ്മുടെ തുണികളുണ്ടായിരുന്നു കേട്ടോ, അത് നീക്കി വെച്ചു. നോക്കിയപ്പോൾ നമ്മുടെ മണി പ്ലാന്റൊക്കെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത് ആകെ വൃത്തികേടായി കേട്ടോ. ഞാനങ്ങനെ ശ്രദ്ധിക്കാണ്ടൊക്കെ നമ്മൾ മണി പ്ലാന്റ് ഏത് പ്ലാന്റ് ആയാലും അകത്ത് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇടയ്ക്കൊന്ന് കെയർ ചെയ്യണം, ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നുവെച്ചാൽ മോശമായിട്ടുള്ള ഇലകളുണ്ടെങ്കിൽ മുറിച്ച് കളയുക. അധികം നീളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുറിച്ച് വീണ്ടും അതിൽ തന്നെ നടങ്ങി നടാൻ, അല്ലെങ്കിൽ വേറെ ആക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യുക. ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് നിൽക്കുന്നത് തന്നെയായിരിക്കും ഭംഗി. നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളമൊക്കെ ഒഴിക്കാണ്ട് അങ്ങനെ വീണ്ടും പോയി. ഒരു മാസത്തോളം ഞാൻ പറയില്ല വയ്യാണ്ടായ കാരണം കൊണ്ടാണ്, വലിയ വയ്യായൊന്നും അല്ല കേട്ടോ. പുതിയതായിട്ട് കാണണവർ വിചാരിക്കും എന്ത് വയ്യായിണോ ഈ ചേച്ചിക്ക്. അപ്പം ഞാൻ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ഹാള് ചേട്ടൻ വന്നിട്ട് പിന്നെ തന്നെ ഹാൾ അടിച്ചു വരണം, അല്ലെങ്കിൽ അവിടെ തിക്കും തിരക്കുണ്ടാക്കും കേട്ടോ. അപ്പം ഞാൻ ജനലകളൊക്കെ ഒന്ന് തട്ടി, ജനലുമൊക്കെ തിരിച്ച് പൊടി ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, ചുമരിൻ്റെ മൂലയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു മാറാലകളാണ്. പക്ഷേ അത് തട്ടിക്കളഞ്ഞില്ലെങ്കിൽ എനിക്കാകെ ചൊറിയണ പോലെയോ അല്ലെങ്കിൽ ആകെ വൃത്തിയാവാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ. ഞാൻ കോണിപ്പടിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചോളൂ, അവിടെ നിന്ന് മുകളിലേക്ക് പിള്ളേർ അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ജനലേമ നിറച്ച് മാറാലുണ്ടായിരുന്നു, അതൊന്ന് തട്ടിയിട്ട് തന്നെ പോകുന്നത് കേട്ടോ. അടിക്കുന്നതിൻ്റെ അവിടെയൊക്കെ ചുമരുമ്മ കുഞ്ഞു കുഞ്ഞു മാറാലുകളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഒപ്പം തട്ടു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആകെ മാറാലടിക്കാനായിട്ട് വേറൊരു ദിവസം നമുക്ക് കളയേണ്ടി വരും. നമുക്ക് അടിച്ചു വരുമ്പോൾ ചൂലൊന്ന് എത്തിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ എല്ലായിടത്തും ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞില്ലേ, അതെന്തായാലും നടക്കില്ല എന്ന് എനിക്ക് തോന്നി. ഹാളിലൊന്ന് അത്യാവശ്യം ക്ലീനാക്കി. പിന്നെ അതാ നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പം ജനലേമ ഈ പറഞ്ഞ മാതിരി പൊടിയുണ്ട്, ഇടയ്ക്ക് ജനല പൊടി എന്തായാലും ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ സ്ഥലത്തല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ചൂല് വെച്ചിട്ട് തട്ടിയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മാറാലൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പം ഞാനത് ആദ്യം അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ സിന്ദൂരവും അതൊക്കെ ഇരിക്കുക കേട്ടോ, ചന്ദനമൊക്കെ. ഇവിടെ വയ്ക്കാൻ സ്ഥലമുണ്ട്, എന്നാലും പെട്ടെന്ന് അവിടെ നിർത്തി ചെയ്യാൻ വേണ്ടി അവിടെ വയ്ക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ഒരു ദിവസം ഡീപ്പ് ക്ലീനിങ് ചെയ്യണ ദിവസം കട്ടൻ കഴുകലും അങ്ങനത്തെയൊക്കെ ചെയ്യണം. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ച കാരണം കൊണ്ട് കുറച്ചെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതായത് ഇവിടെയും കുറച്ച് പൊടികളുണ്ട്, അവിടെ നിന്ന് എന്നും മാറ്റി അടിച്ച് വാരില്ലല്ലോ. നമ്മൾ അടിച്ച് വാരുമ്പോൾ ഓടി പിടിച്ചൊന്ന് അടിച്ച് വാരി കൊണ്ടുപോകുന്നല്ലാണ്ട് ഓരോ മുക്കും മൂലയും ചേർത്തൊന്നും രാവിലെ ജോലിക്ക് പോകണേറ്റ് പിന്നെ എനിക്ക് അടിച്ച് വാരുമ്പോൾ പറ്റില്ല കേട്ടോ. പിന്നെ രാവിലെ ഇന്ന് എന്താ പറയുക, കുക്കിംഗ് കഴിഞ്ഞ് 2-3 വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. അത് കാരണം കൊണ്ടാണ് രാവിലെ വേറെ ജോലികളൊന്നും ചെയ്യാൻ സമയമില്ലാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒന്നും അടിച്ച് തുടയ്ക്കാനൊന്നും ഒന്നുമില്ല, അങ്ങനെ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് അടിച്ച് കണ്ടിട്ട് പിന്നെ സ്റ്റാൻഡും കൊട്ടയൊക്കെയാണ് കയറ്റി വെച്ചു. സ്റ്റാൻഡിൽ എന്തിട്ടാണെന്ന് ചോദിച്ചാൽ വലിയ ഉപകാരമുള്ള സാധനങ്ങളൊന്നുമല്ല കൂടുതലും, പക്ഷേ എന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവണ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെ കളയാനായിട്ട് തോന്നണില്ല, അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാനൊരു കുഞ്ഞു മാറാലക്കോല് ഒരു ചെറുതാണത് എടുത്ത് കാട്ട് വെറുതെ അതിൻ്റെ മൂലയ്ക്കൊക്കെ ഒന്ന് അടിച്ചു കേട്ടോ. കുഞ്ഞു കുഞ്ഞു മാറാലകളുണ്ട്, അപ്പോൾ അത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ അടിച്ചുകൊടുക്കില്ല ചേട്ടൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഫാനും കൂടി ഒന്ന് ക്ലീൻ ആക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫാന് കറങ്ങൽ ശരിയാവാണ്ട് റെഗുലേറ്റർ ഉണ്ടല്ലോ, അത് മാറണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്ന് ക്ലീൻ ആക്കിയോടുകൂടി അടിപൊളി സ്പീഡിലാണ് കേട്ടോ ഫാൻ കറങ്ങണത്. അപ്പോൾ അധികം പൊടിയാ ഫാനും കറങ്ങില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അങ്ങനെ എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കട്ടിലുമ്പോൾ കിടക്കേര മുകളിൽ കസേര ഇട്ടിട്ടൊക്കെയാണ് ചേട്ടൻ നിൽക്കണത്. അങ്ങനെ അത് ക്ലീനാക്കി ഇറങ്ങി. പിന്നെ ഞാൻ ആ റൂം വൃത്തിയാക്കാൻ നിന്നു. ഹോളിലത്തെയും ഫാനൊന്ന് റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉടായ്പ് കാണിച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ്. അതിൽ പിന്നെ അധികം പൊടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ റൂമൊന്ന് അടിച്ചു വാരി ഇട്ട് മാറാലൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. ഇത്രയും മാറാലൊക്കെ താഴത്തേക്ക് വീണതല്ലേ, തുടച്ചാലാണ് നല്ല വൃത്തിയിലിരിക്കുള്ളൂ. കട്ടിലിൻ്റെ അടിയിലൊന്നും വയ്ക്കാത്ത കാരണം കൊണ്ട് തന്നെ തുടയ്ക്കാനൊന്നും അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഇല്ല കേട്ടോ. അപ്പോൾ കൂട്ടുകാരായാലും കട്ടിലിൻ്റെ അടിയിൽ സാധനങ്ങൾ വയ്ക്കാണ്ടിരിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്.
എനിക്ക് തൃശ്ശൂരായിരിക്കുമ്പോൾ ഇതിനെ നിവൃത്തിയില്ല, വേറെ സ്ഥലങ്ങളില്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒന്നും വയ്ക്കില്ല. ഇനി കിടക്ക വിരി ഒന്ന് മാറ്റണം. അപ്പോൾ ഞാൻ 2 വിരി വിരിക്കും കേട്ടോ കട്ടിലുമ്മ. ആദ്യം ശരിക്കും കവർ തന്നെ ഉണ്ടാവും, പിന്നെ ഒരു വിരി വിരിക്കും, പിന്നെ ഒരു വിരി വിരിക്കും കേട്ടോ. കണ്ട അടിയിലൊരു വിരിയും കൂടി അങ്ങനെയാണ് വിരിക്കുക. ഇപ്പോൾ എല്ലാ വിരിയൊന്നും മാറ്റണില്ല, മുകളിലത്തെ വിരി മാത്രം മാറ്റണുള്ളൂ. അപ്പോൾ അതങ്ങനെ ഊരിയെടുത്ത് കണ്ടിട്ട് പുതിയ വിരി വിരിക്കാൻ കേട്ടോ. ഈ വിരിയൊക്കെ കൂട്ടുകാർ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. ലിങ്ക് ഇടാൻ പറഞ്ഞിട്ടൊക്കെ ലിങ്കൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 200 രൂപയുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ കൂടിയൊന്നും അറിയില്ല. അന്ന് എന്താ പറയുക, ബിഗ് മില്യൺ സെയിൽസ് നടക്കുന്ന സമയത്തായിരുന്നു 200 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ക്വാളിറ്റി കുറവൊന്നും അങ്ങനെയില്ല. സിന്തറ്റിക് പോളിസ്റ്റർ അങ്ങനെ എന്തോ ആണ് അതിനൊരു പേര് അതിലെഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനെപ്പോഴും കിടക്ക വിരി വിരിക്കുമ്പോൾ 4 അരും ഒരൊക്കെ ഇട്ടിടും കേട്ടോ. കഴുകുമ്പോഴൊന്നും ആ കെട്ടൊന്നും അഴിക്കാറൊന്നുമില്ല. അത് വാഷിംഗ് മെഷീനിലിടുമ്പോൾ അതങ്ങനെ നല്ല കൃത്യമായിട്ട് പൊക്കോളും, ഉണങ്ങി കിട്ടിക്കോളും, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ കെട്ട് ഞാനങ്ങനെ അഴിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വേഗം എടുത്ത് വയ്ക്കാം. പിന്നെ തലോണ കവറ് മാറ്റി അങ്ങനെ മുറി സെറ്റായി കേട്ടോ. പിന്നെ ഞാൻ വന്ന് വെള്ളം ചൂടാക്കി കുളിക്കുകയാണ്. ഇപ്പോൾ വെള്ളം ചൂടാക്കിയിട്ടേ കുളിക്കുള്ളൂ കേട്ടോ, കഴുത്ത് വേദനയൊക്കെ വരുന്ന കാരണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി കൂട്ടുകാരികൾക്കൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. അപ്പോൾ ഇനി ഓക്കെ, ഇനി നാളെ രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ.